അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിഷമിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ കാർത്തിക ഈ ചെയ്യുന്ന തെറ്റ് അവളുടെ കുടുംബജീവിതത്തെ തന്നെ ബാധിക്കും. അവരെ രണ്ടുപേരെയും ഞാൻ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം അഖില് കണ്ടിരുന്നെങ്കിലോ അവൻ അവളോട് സംശയം തോന്നില്ലേ? കാർത്തികയുടെ കാര്യത്തില് അഖില് നല്ല കോൺഫിഡന്റ് ആണ്. ഒരു പ്രാവശ്യം ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവന്റെ മനസ്സ് മാറാൻ വലിയ സമയമൊന്നും വേണ്ട. അഖിലൊരു മുൻകോപിയാണ്. കാർത്തികയാണെങ്കിലോ ഒരു എടുത്തുചാട്ടക്കാരി. ഈ ജനറേഷനിലെ പിള്ളേരാ അവര്. ഇതൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ ആവുന്ന. ഇൻഡയറക്റ്റ് ആയിട്ട് കാർത്തികയെ വാൺ ചെയ്യാന്ന് വിചാരിച്ചപ്പോ അവള് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്ന അവസ്ഥയിലും അല്ല. എന്ന് വിചാരിച്ച അഖിലിനോട് പറഞ്ഞ് സംശയവും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല. അതിരിക്കട്ടെ, ഓഫീസില് ചന്ദ്രശേഖരന്റെ ബിഹേവിയർ എങ്ങനെയാ? ഞാൻ വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഈ കാര്യം ഓഫീസിൽ നിന്നായിരിക്കും തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ചന്ദ്രശേഖരന്റെ അടുത്ത് നിന്ന് കാർത്തികയെ നമുക്ക് രക്ഷിക്കണം ഏട്ടാ. എന്നാൽ കാർത്തികയുടെ ജോലി മതിയാക്കാൻ പറഞ്ഞാലോ? അത് കാർത്തിക സമ്മതിക്കില്ല. അഖില് പോലും സമ്മതിക്കില്ല. അപ്പോ ചന്ദ്രശേഖരനെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്ന് വാണിംഗ് ചെയ്താലോ? ആഹാ, അത് വേണ്ട ഏട്ടാ. അത് പിന്നെ വലിയ ആപത്തായി മാറും. നമ്മൾ ആരാണെന്ന് അറിയാനുള്ള അവസരം ഉണ്ടാകും ചന്ദ്രശേഖരന്. സന്ദർഭം നോക്കി ഈ കാര്യം ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ഓഫീസിൽ തുടങ്ങിയ ഈ കാര്യം ഓഫീസിൽ തന്നെ അവസാനിപ്പിച്ചേക്കാം. താങ്ക്സ് വസുന്ധര. ഈ കുടുംബത്തിന് ഒന്നും സംഭവിക്കരുത്. ഈ ഫാമിലിയിലുള്ള ആരും തന്നെ പിരിഞ്ഞു പോരുത്. കാർത്തിക എന്റെ അനിയത്തിയാ. അതിനെല്ലാം അപ്പുറം അഖിൽ എനിക്ക് അനിയനാ. എന്റെ സ്വന്തം അനിയനെ പോലെ. അവരെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ടത് എന്റെ കടമയാ. എന്താ 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 ആന്റി? നീ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ? അത് ഞാനൊന്നും ഒളിച്ചില്ലല്ലോ. ഞാൻ കണ്ടു. മര്യാദയ്ക്ക് എന്നെ അത് കാണിക്കേ. ഒന്നുമില്ല ആന്റി. കാണിക്കാനല്ലേ പറഞ്ഞത്? ഒന്നുമില്ല പറഞ്ഞില്ലേ? ഇങ്ങോട്ട് നെക്ലസോ? ഇത് എവിടുന്നാ നിനക്ക്? അത് പിന്നെ അത് എനിക്ക് മനസ്സിലായി. ഏതെങ്കിലും ഇമിറ്റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കും. ഒന്നങ്ങ് വെച്ചു ഞാൻ. കവറിംഗ് നെക്ലേസ് ആരെങ്കിലും ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുവോ? എന്ത് കവറിംഗ് നെക്ലസോ? അത് ഗോൾഡ് നെക്ലസാ. ഗോൾഡ് നെക്ലസ്? ഗോൾഡ് നെക്ലസോ? അതേടാ, ഇത് സ്വർണം പോലെ തന്നെയുണ്ട്. സ്വർണ്ണ നെക്ലസ് തന്നെയാ. വില വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. ഇത്രയും കോസ്റ്റ്ലി നെക്ലസ് നിനക്ക് എവിടുന്ന കാർത്തിക? നിനക്ക് താര തന്നെ? ചന്ദ്രശേഖരൻ സാറിനോട് സംസാരിക്കുന്നതേ അഖിലിന് ഇഷ്ടമല്ല. അയാളാണ് നെക്ലേസ് തന്നതെന്ന് പറഞ്ഞ അഖിൽ ഇത് തൂക്കിയെറിയും. പറയൂ കാർത്തികേ, ഈ നെക്ലസ് നിനക്ക് ആരാ തന്നെ? അത് പിന്നെ എന്റെ മോം തന്നതാ. നിന്റെ അമ്മ തന്നോ? അതെ, എന്റെ മോമിന് എനിക്ക് നെക്ലസ് തന്നൂടെ അഖിൽ? നിന്റെ അമ്മയ്ക്ക് ആഹാരത്തിന് പോലും വകയില്ല. ഇപ്പൊ കടം വാങ്ങി തലയിൽ മുണ്ടിട്ട് ജീവിക്കുക. ഇത്രയും വലിയ നെക്ലേസ് അവർക്ക് എങ്ങനെ തരാൻ പറ്റി? എനിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട് കൊച്ചുമോനെ. നമ്മളോട് എന്തോ ഇവള് മറക്കുന്നുണ്ട്. ഞാൻ എന്തിനു മറക്കണോ ആന്റി? എന്നെ വിശ്വാസം ഇല്ലേ? നിന്റെ അമ്മയൊന്ന് വിളിക്ക. അപ്പോ നിനക്കും എന്നെ വിശ്വാസമല്ലേ അഖിൽ? നിനക്ക് എന്നോടുള്ള സ്നേഹം ഇത്രയേ ഉള്ളോ? ഞങ്ങൾ എന്താ പറഞ്ഞത്? ഫോൺ ചെയ്യാനല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ എന്റെ മോമിന് ഫോൺ ചെയ്യുന്നതിനേക്കാൾ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതാ നല്ലത്. ഏതെങ്കിലും റെയിൽ പാളത്തെ തലവെച്ച് ഞാൻ ചത്തേക്കാം. അയ്യോ അയ്യോ കാർത്തിക, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ വേണ്ടത്തെ കാര്യമൊക്കെ പറയുന്നേ? ഫോൺ ചെയ്ത് ഈ നെക്ലസ് ആന്റിയാണോ തന്നെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാമോ അഖിൽ? അപ്പോ എന്റെ മേൽ നിനക്ക് വിശ്വാസമില്ലെന്ന് മോം മനസ്സിലാക്കില്ലേ അഖിൽ? സ്വന്തം ഭാര്യയോട് ഭർത്താവിന് സ്നേഹമില്ലെന്നറിഞ്ഞ
ഒരു അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും. അത് അവർക്ക് എന്ത് വലിയൊരു ഷോക്കായിരിക്കും. അമ്മോ, എന്താ ഇത്? ഇവൾ ഓവർ ആക്ട് ചെയ്യാണല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ കടത്തിൽ മുങ്ങിയിരിക്കുന്ന എന്റെ മോം, അതിന് പലിശ കൊടുക്കാൻ പറ്റാത്ത എന്റെ ഡാഡ് എവിടുന്നോ ഓരോ രൂപ വീതം കഷ്ടപ്പെട്ട് ചേർത്ത് വെച്ച് കടക്കാരറിയാതെ ഈ നെക്ലസ് എനിക്ക് വാങ്ങി തന്നു. ഇപ്പൊ ഫോൺ ചെയ്ത് മോമിനോട് നെക്ലസ് വാങ്ങി തന്നോന്ന് ചോദിച്ചാ അതവര് രണ്ടുപേരെയും അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അവർ എന്തുമാത്രം വേദനിക്കും. അത് നീ ആലോചിച്ച് നോക്കിയോ അഖിൽ? അത് നീ മനസ്സിലാക്കാത്തതെന്താ? ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് ഫോൺ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മോമിന് ഫോൺ ചെയ്യ. പറയൂ അഖിൽ, ഞാൻ ഫോൺ ചെയ്യട്ടെ? ഇറ്റ്സ് ഓക്കെ കാർത്തിക, ലീവ് ഇറ്റ്. എന്റെ ദൈവമേ, അഖിലെ വിശ്വസിച്ചു. ഇവള് പുറത്തേക്ക് പോയപ്പോ ഒരുപാട് ധൃതി കാണിച്ചു. ഞാനും അഖില് കൂടെ വരാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോ നെക്ലേസ് കയ്യിലുണ്ട്. ആര് തന്നാന്ന് ചോദിച്ചപ്പോ അമ്മ തന്നതാണെന്ന് പറയുന്നു. അമ്മയ്ക്ക് ഫോൺ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറയുന്നു. എന്തോ കള്ളക്കളിയുണ്ട്. ആന്റി ഇത്രയ്ക്കും ഡീപ്പായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആന്റിക്ക് എന്റെ മേൽ എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ ഇവരെ ഡൈവേർട്ട് ചെയ്യും? ആന്റി, എന്റെ മോം നിങ്ങൾക്ക് വേണ്ടി ഷോപ്പിംഗ് ഞാൻ പോകുന്നുണ്ട്. എനിക്ക് വേണ്ടി ഷോപ്പിംഗോ? എപ്പോഴാ പോകുന്നേ? പെട്ടെന്ന് തന്നെ ആന്റിയുടെ രണ്ടാമത്തെ കല്യാണം നടക്കാൻ പോവല്ലേ. ആന്റിയുടെ കല്യാണ സാരിക്ക് വേണ്ടി ഡൽഹി, ബനാറസ്, കാഞ്ചീപുരം അവിടെയൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എല്ലാം ലേറ്റസ്റ്റ് മോഡൽ സാരീസ് ആണ്. സത്യാണോ? ആ സാരികൾ ഉടുത്താലേ ആന്റി സ്വീറ്റ് 16 ആണെന്നേ തോന്നൂ. ആ സാരിക്ക് എപ്പോ വരും? കറക്റ്റ് ആയിട്ട് ആന്റിയുടെ കല്യാണത്തിന് തലേ ദിവസം എത്തും. അപ്പോ എന്റെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാല്ലേ? യെസ് ആന്റി. ഇനി ഒട്ടും താമസിക്കാതെ പുറപ്പെട്ടോളൂ. ഒരു നല്ല വരനെയും കല്യാണ ഡേറ്റും ഫിക്സ് ചെയ്തോളൂ. ശരി ശരി, ദാ പിടിക്ക്. എന്റെ അമ്മേ, ഒരു വിധത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. കാർത്തിക, മൈ ഡാർലിംഗ്, എന്താ നീ ഇത്ര വരാൻ താമസിക്കുന്നേ? നിനക്ക് വേണ്ടി എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. എപ്പോ നേരം പുലരും, എപ്പോ നിന്നെ കാണാൻ പറ്റുമെന്നോർത്ത് രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയതേയില്ല. ഗുഡ് മോർണിംഗ് സർ. വന്ന ഉടനെ തന്നെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് സമയം വേസ്റ്റ് ചെയ്യരുത്. പോയി ജോലി. ഗുഡ് മോർണിംഗ് സർ. പോവോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വെക്കുള്ളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. പോയി ജോലി ചെയ്യ്. ചെല്ലേ. വന്നല്ലോ കാർത്തിക. ആ ചന്ദ്രശേഖരൻ എന്താ ഉണ്ട കണ്ണും വെച്ച് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്നെ അത്രയ്ക്ക് ഇഷ്ടായിരിക്കും. അത് അയാളോട് പോയി ചോദിക്കേ. കാർത്തിക് എന്തിനാ എപ്പോഴും ആ ഗ്യാസ് കുറ്റിയോടെ കറങ്ങുന്നത്? അവളുടെ കൂടെ നിൽക്കുമ്പോ ഇവക്ക് സൗന്ദര്യമേ തോന്നുന്നില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തിനാ ഇത്ര ശബ്ദത്തിൽ ഗുഡ് മോർണിംഗ്? സാറിന്റെ ഷർട്ട് നല്ല ഭംഗിയുണ്ട്. നിങ്ങളുടെ ഡ്രസ്സും നല്ല ഭംഗിയുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. സർ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ സർ? ചായ കുടിച്ചോ സർ? വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് കാർത്തിക. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ സർ. ഇപ്പൊ വീണ്ടും ഫ്രഷ് ആയിട്ട് പറയുക. ഗുഡ് മോർണിംഗ് കാർത്തിക. ഗുഡ് മോർണിംഗ് സർ. ഇന്നെന്താ ഇത്ര ലേറ്റ് ആയത്? ലേറ്റോ? കറക്റ്റ് ആയിട്ടാണല്ലോ വന്നത്. ഞാൻ ഓഫീസിൽ വന്ന് ഒരുപാട് നേരമായി, അറിയാമോ? നാളെ മുതല് കാർത്തികയും കുറച്ച് നേരത്തെ വരണം. എന്തിനാ സർ? വർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാ.
ചന്ദ്രശേഖരൻ സർ. പറയൂ വസുന്ധരെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സ്റ്റാഫിനോട് എന്താ സംസാരിക്കുന്ന? ഈവന്റിനെ കുറിച്ചാണ്. അവർ ഡിസൈനർ അല്ലേ? കല്യാണ പെണ്ണിന്റെയും ചെറുക്കന്റെയും ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞതാ. ഇവന്റെ വിഷയം മൊത്തം എന്നെ ഏൽപ്പിക്കാനല്ലേ സുമിത്ര മാഡം പറഞ്ഞിരിക്കുന്നത്? ഇതുവരെ ഈ കമ്പനി ചെയ്ത എല്ലാ ഈവന്റ്സും ഞാനാണ് നോക്കിയത്. ഓഫ് കോഴ്സ്. ഇപ്പൊ ഞാൻ വന്നിരിക്കല്ലേ, നിങ്ങൾക്ക് ബർഡൻ കുറഞ്ഞിരിക്കും. നിങ്ങൾ പുതിയ ആളാ. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ കമ്പനിയിൽ മാത്രമാ പുതിയത്, ഈവന്റ്സിനല്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നിങ്ങള് അക്കൗണ്ട് സെക്ഷൻ കൂടി നോക്കുകയല്ലേ? ഈ കമ്പനിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നേ. ഇത്രയും നാള് നിങ്ങൾ നോക്കിയ അക്കൗണ്ട്സ് എനിക്കൊന്ന് റീചെക്ക് ചെയ്യണം. സുമിത്ര മാഡം എന്നോട് പറഞ്ഞത് മിനിഞ്ഞന്ന് മാഡം അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിരുന്നില്ലേ? ചില അക്കൗണ്ട്സ് ഒന്നും ടാലി ആയില്ലെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഓഡിറ്ററോട് സംസാരിച്ചോളാം. ഓൾറെഡി മാഡം ഓഡിറ്ററോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അക്കൗണ്ട് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ സാർ തന്നെ എന്നോട് പറഞ്ഞത്. പോയി അക്കൗണ്ട്സ് ബുക്കൊക്കെ റെഡിയാക്ക്. കുറച്ച് കഴിയുമ്പോൾ സുമിത്ര മാഡം തന്നെ ഇങ്ങോട്ട് വരും. എന്റെ കണക്കിലെ തെറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണോ? നിന്നെ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ. സത്യമായിട്ടും ആനന്ദ്, ഞാൻ പറയുന്നത് അനുസരിച്ച് നീ ഓഫീസിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയുടെ ടോർച്ചർ താങ്ങാൻ വയ്യാതെ ഞാൻ ഓഫീസിൽ വന്നിരിക്കുന്നത്. ഓഫീസിൽ വെച്ച് എനിക്ക് എന്തെങ്കിലും ഇൻസൾട്ട് ഉണ്ടായാലുണ്ടല്ലോ, ഞാൻ പിന്നെ ലൈഫിൽ ഇങ്ങോട്ട് വരില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല ആനന്ദ്. കുറേശ്ശെയായിട്ട് ഉത്തരവാദിത്വങ്ങൾ നിന്നെ ഏൽപ്പിച്ചിട്ട് കുറച്ചു കാലം എനിക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കണം. ഓഫീസിൽ ആരും എന്നോട് എതിർത്ത് പറയാൻ പാടില്ല, അമ്മ ഉൾപ്പെടെ. ഞാൻ എന്ത് പറയുന്നോ അതേ ചെയ്യാൻ പറ്റൂ. തീർച്ചയായിട്ടും ആനന്ദ്, ഇനി മുതലെല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ. നീ ഓഫീസിലേക്ക് വന്നാൽ മാത്രം മതി. ഗുഡ് മോർണിംഗ്. ഓ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ. ഇരിക്കൂ. നിക്കണം. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നിന്നോടാ ചോദിച്ചത്. ഇവിടെ നിനക്ക് എന്താ ജോലി? ഇത് നമ്മുടെ സെക്യൂരിറ്റിയാ മോനെ. വാട്ട്? സെക്യൂരിറ്റിയോ? ആഫ്റ്റർ ഓൾ സെക്യൂരിറ്റി? ഇവനെ പറഞ്ഞേക്കാമേ. എന്തിനാ പറഞ്ഞയക്കുന്നത്? പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലയോ? എന്തുണ്ടായി ആനന്ദ്? ഇവൻ ഈ ഇറിറ്റേറ്റിംഗ് ഫെല്ലോ എന്നെ അടിച്ചിട്ട് പോയി ചെറിയച്ചാ. എന്റെ ചെകിടത്താ അടിച്ചത്. അയാൾ എന്തിനാ നിന്നെ അടിക്കുന്നത്? എന്നെ ഇവ അടിച്ചു അമ്മേ. നടു റോഡിൽ വെച്ച് അടിച്ചിട്ട് വാണിംഗും തന്നിട്ട് എന്റെ ഫ്രണ്ട്സിന് മുന്നിൽ എന്നെ ഇൻസൾട്ട് ചെയ്തു. നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാ ഞങ്ങളുടെ മകന്റെ മേൽ കൈവച്ചത്? ആഫ്റ്റർ ഓൾ വാച്ച്മാനായ നീ.
ചന്ദ്രശേഖര, അയാളെ ഒന്നും പറയണ്ട. ഇങ്ങനെയുള്ള അലവലാദികളെ വെറുതെ വിടാൻ പാടില്ല ചേച്ചി. എന്താടോ, ഞങ്ങളുടെ ആനന്ദിനെ അടിച്ചോ? പറയടാ, നീ ആരാ അവനെ അടിക്കാനായിട്ട്? മാഡത്തിന്റെ മകൻ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാ ഞാൻ അവനെ അടിച്ചത്. നീ ആരാടാ എനിക്ക് വാണിംഗ് തരാനായിട്ട്? ഞാൻ ആരാന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? നിങ്ങൾ ആരാണെന്ന് അവിടെ വെച്ച് മനസ്സിലായതുകൊണ്ടാ കൂടുതലൊന്നും ചെയ്യാതെ ഞാൻ വിട്ടത്. ആനന്ദ് സുമിത്ര മാഡത്തിന്റെ മകനല്ലായിരുന്നുവെങ്കിൽ ഇവനിപ്പോ അകത്ത് കിടന്നേനെ. എത്ര അഹങ്കാരമാടാ നിനക്ക്? ഞങ്ങളുടെ മോനെ സ്റ്റേഷനിലാക്കുന്നു. അത്രയ്ക്ക് ധൈര്യമുണ്ടോ? ചന്ദ്രു, ഇങ്ങോട്ട് മാറി നിൽക്കേ. കുറച്ച് മര്യാദയായിട്ട് സംസാരിക്കേ. തെറ്റ് ചെയ്തത് ആനന്ദ. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഇവൻ ചെയ്തത് തെറ്റല്ലേ അമ്മേ? നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഈ ഇഡിയറ്റ് എന്നെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ആനന്ദ്. അദ്ദേഹം നിന്നേക്കാൾ പ്രായത്തിൽ മുതിർന്നതാ. ഞാൻ ഇവന്റെ ബോസാ. ഇനി ഒരു തവണ കൂടി അവൻ ഇവനെന്നൊക്കെ വിളിച്ചാ എന്റെ സ്വഭാവം മാറും. ഇനിയും പറയും, ഇത് എന്റെ കമ്പനി, എന്റെ ഇഷ്ടം. നീ ആരാ ചോദിക്കാൻ? കൂടെ ഉള്ളവരെ ബഹുമാനിക്കാനാ ആദ്യം പഠിക്കേണ്ടത്. എന്താ പറയുന്നത് വസുന്ധരെ? ഞങ്ങൾ നിന്നോട് പഠിക്കണമെന്നോ? അത് ശരി, ഇവനെ പറയുമ്പോൾ നിനക്കെന്താ വിഷമം? ഇവനും നീയും തമ്മിൽ എന്താ ബന്ധം? വീണ്ടും അവൻ ഇവനെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ മുഖത്താടി വീഴും. ആനന്ദ് തെറ്റ് ചെയ്തിരിക്കുക. അദ്ദേഹം ക്ഷമിച്ചു വിട്ടോന്നേ ഉള്ളൂ. ഇതോടെ ഇതങ്ങ് വിട്ടേക്ക്. എന്തിനു വിടണം? അല്ല, നീ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നേ? പറയ്. ഇവനെ ഞാൻ വഴക്ക് പറയുമ്പോ നിനക്കെന്തിനാ ദേഷ്യം വരുന്നേ? ആനന്ദ്, എന്തിനാ ഒച്ചയിടുന്നേ? എന്തിനാ ഒച്ചയിടുന്നേന്ന്? എന്റെ ചെറിയച്ഛ ചോദിച്ചത് കേട്ടില്ലേ? ഇവനും നീയും തമ്മിൽ എന്താ ബന്ധം? നീ ഇവന്റെ ആരാ? എന്താ വീണ്ടും അവൻ ഇവനെന്നൊക്കെ പറയുന്നു? ഇദ്ദേഹം എന്റെ ഭർത്താവാണ്. അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചാ ഞാൻ വെറുതെ ഇരിക്കില്ല. ബഹുമാനം കൊടുത്ത് സംസാരിക്കുക. നീ എന്താ മോളെ പറഞ്ഞത്? ഈ അഭിരാം നിന്റെ ഭർത്താവാണോ? അതെ മാഡം, അദ്ദേഹമാണ് എന്റെ ഭർത്താവ്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഭാര്യ ഇവിടത്തെ മാനേജർ, ഭർത്താവ് സെക്യൂരിറ്റി. രണ്ടുപേരും നല്ല പ്ലാൻ ചെയ്താ വന്നിരിക്കുന്നത്. പ്ലാൻ ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താ? അദ്ദേഹം ജോലി ചെയ്യുന്നു, ഞാനും ജോലി ചെയ്യുന്നു. പക്ഷേ കല്യാണം കഴിക്കാത്തവർക്കാണ് ഈ കമ്പനിയിൽ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളോട് കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് കമ്പനിയിൽ ജോലിക്ക് കയറിയല്ലേ? വസുന്ധരയെ റിക്രൂട്ട് ചെയ്തത് ഞാനാ ചന്ദ്ര. അവള് കള്ളവും പറഞ്ഞില്ല, ആരെയും പറ്റിച്ചിട്ടുമില്ല. അവർ ഭാര്യയും ഭർത്താവുമാണെന്നുള്ള സത്യം പോലും ചേച്ചിയോട് പറഞ്ഞില്ലല്ലോ. പറയേണ്ട സന്ദർഭവും അവസരവും ഇതുവരെ വന്നില്ല. ഇപ്പൊ വന്നതുകൊണ്ട് പറഞ്ഞു. ഇദ്ദേഹം എന്റെ ഭർത്താവാ. അദ്ദേഹത്തിന്റെ അന്തസ്സിന് എന്തെങ്കിലും ഒരു കുറവ് വന്നാ ഞാൻ വെറുതെ ഇരിക്കില്ല. അദ്ദേഹം ഇവിടെ സെക്യൂരിറ്റി ആയിരിക്കാം, പക്ഷെ പ്രായത്തിൽ നിന്നേക്കാൾ മുതിർന്ന ആളാ. റെസ്പെക്ട് കൊടുക്കാൻ പഠിക്കുക. ഇതെന്താ അമ്മേ? ആഫ്റ്റർ ഓൾ ഇതൊരു സെക്യൂരിറ്റി, ഇത് വെറും ഒരു ലേഡി മാനേജർ. എനിക്ക് വാണിംഗ് തരുന്നു. എന്നെ അമ്മയുടെ മോനായിട്ട് കാണുന്നോ അല്ല വേറെ ആരെങ്കിലും ആയിട്ട് കാണുന്നോ? അവള് പറയുന്നതിൽ എന്താ തെറ്റാനന്ദ്?
നീ ഇന്നലെ കുടിച്ചിട്ടല്ലേ കാർ ഓടിച്ചത്? നീയല്ലേ തെറ്റ് ചെയ്തത്? അതിനാ അദ്ദേഹം ശിക്ഷിച്ചത്.